സാധാരണക്കാരന് ഒരു ഗുണവും കിട്ടാത്ത വാക്പോരുകളും സമരങ്ങളും ഉരുളയ്ക്കുപ്പേരി കേസ് കൊടുക്കലുമൊക്കെയാണ് നാട്ടിൽ എല്ലാ രംഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും സാംസ്കാരികത്തിലും ആരോഗ്യത്തിലുമൊക്കെ ജനത്തിന് കേട്ട് കണ്ട് ഓക്കാനം വരുന്നതും തലയിൽ കൈവച്ച് സ്വയം ശപിക്കേണ്ടി വരുന്നതുമായവകളുടെ ആവർത്തനമാണ്. സിനിമാ താരങ്ങളായതുകൊണ്ട് തന്നെ അവർ ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒന്നാണ് വാർത്താ പ്രാധാന്യം. വിശേഷിച്ച് റേറ്റിംഗ് എന്ന കടമ്പ ഓടിക്കടക്കാൻ കാലുകൾ നീട്ടിവെച്ചോടുന്ന പൊക്കം കുറഞ്ഞവനും കൂടിയവനും വാർത്തയില്ലായ്മയിൽ നിന്ന് വാർത്ത ഉണ്ടാക്കുന്ന ഈ നേരത്ത് ക്യാമറ കണ്ണുകൾ കൂട്ടമായി എത്തിയപ്പോൾ താരങ്ങളും സ്റ്റാറായി, രാഷ്ട്രീയക്കാർ സ്റ്റാറായതുപോലെ. WCC വിമൻസ് സിനിമ കളക്റ്റീവ് ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്തതിനെ പരസ്യമായി കുറ്റപ്പെടുത്തി. സർക്കാരിനോട് ശക്തമായി WCC ആവശ്യപ്പെട്ടതിന് പ്രകാരം അങ്ങനെ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ ചെയർപേഴ്സണും മലയാള സിനിമയിലെ സീനിയർ ആർട്ടിസ്റ്റ് ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവർ അംഗങ്ങളുമായി ഹേമ കമ്മിറ്റി 2017 ജൂലൈയിൽ സർക്കാർ രൂപീകരിച്ചു. 2024 ആഗസ്റ്റിൽ ഹേമ കമ്മിറ്റി അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് 233 പേജുകളുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി ബാലന്റെ സാന്നിധ്യത്തിൽ ഭയത്താൽ മൂടിവയ്ക്കപ്പെട്ടിരുന്ന പലതും പലയിടങ്ങളിലും പൊട്ടിത്തെറിച്ചു. മാന്യതയുടെ വെള്ളക്കുപ്പായങ്ങളിലൊക്കെ കരിയും പുകയും ചെളിയും തെറിച്ചു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് തോന്നുക സ്വാഭാവികം. ഇന്നസെന്റ് അമ്മയെ എത്ര ടേമാണ് ഭംഗിയായി പരിപാലിച്ചു കൊണ്ടുപോയത്. അതുപോലെ അല്ലെങ്കിലും മെഗാകളും കസേരയിൽ ഇരുന്നു പോയി. പിന്നെ സിനിമ ഉണ്ടായ കാലം മുതലേ അല്ലെങ്കിൽ മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതെന്ന് ഉറക്കെ പറയാവുന്നതാണല്ലോ പുരുഷാധിപത്യവും ചൂഷണവുമൊക്കെ. എന്തൊക്കെ നിയമങ്ങൾ വന്നാലും കമ്മീഷനുകൾ വന്നാലും ഇത് രണ്ടും ഏറുന്നതല്ലാതെ കുറയുന്നില്ല എന്നതല്ലേ പരമാർത്ഥം. രാഷ്ട്രീയത്തിൽ വോട്ടറും സിനിമയിൽ പ്രേക്ഷകനുമാണ് സർവശക്തൻ അല്ലെങ്കിൽ സർവശക്തയെന്ന് രണ്ട് വിഭാഗവും വിസ്മരിക്കുന്നിടത്താണ് ചക്രവർത്തിയെപ്പോലെ വാണയാൾ മൂക്കുകുത്തി വീഴുന്നതും CID മൂസയെപ്പോലെ ജനപ്രിയ താരം അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നതും. അങ്ങനെ അഭിനയമോഹികളെ നടീനടന്മാരും പിന്നെ താരങ്ങളായുമൊക്കെ ഉയർത്തുന്ന പ്രേക്ഷകരെ ഒരുമാതിരി അങ്ങ് ഡാഷാക്കിയുള്ള വർത്തമാനങ്ങളും പ്രകടനങ്ങളും അനുഭവിക്കണമെങ്കിൽ യൂട്യൂബും ചാനൽ റീലുകളും തുറക്കണം. അച്ചടി ഭാഷ പറയാൻ മാത്രമേ അറിയൂ എന്ന് നമ്മൾ കരുതിയിരുന്ന ഈ ആൺപെൺ നക്ഷത്രങ്ങളുടെ യഥാർത്ഥ പുലമ്പലുകൾ കേൾക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പുറമെ യൂട്യൂബുകളിലും ചാനലുകളിലും മൈക്രോഫോണിന് മുന്നിൽ വന്നിട്ട് BJPക്ക് കാൻഡിഡേറ്റിനെ കൊടുക്കാൻ കമ്മീഷൻ വാങ്ങി ഈ ഡയലോഗുകൾക്ക് പിന്നാലെ താരസംഘടനയിൽ നടക്കുന്നത് കേട്ടാൽ ഞെട്ടുമെന്ന് ഉപഗ്രഹ ചാനലുകളുടെ പരസ്യവാചകവും ഞെട്ടിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ആകെ കൂടി ഒരു ജഗപുക. എന്തായാലും രമേഷ് പിഷാരടി നയിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് അധികാരത്തിൻ്റെ പോലുമില്ല എങ്കിലും അടുത്ത ഒരു ഭരണസമിതി അമ്മയിൽ 4 മാസത്തിനകം വരുമായിരിക്കും. എന്തു വന്നാലും വന്നില്ലെങ്കിലും ഈ അധര വ്യായാമങ്ങൾക്ക് മുന്നിൽ ക്യാമറകളും കൊണ്ടുവയ്ക്കരുത്, പേനമഷിയും കളയരുത് പത്രക്കാരാ. പുതിയ UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിലെ ഫിലിം സിറ്റിയും സിനിമ അനുബന്ധ സാംസ്കാരിക സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങളും രമേഷ് പിഷാരടി MLAയുമെല്ലാം ഭരണപക്ഷ സാധ്യതകളും കേന്ദ്ര ഭരണ സ്ഥാപനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങൾ എന്ന BJP രാഷ്ട്രീയവും ഇതിനൊക്കെ മുമ്പേ നിലനിൽക്കുന്നതും താരാതിതാരൻ ഉൾപ്പെടെ ചാഞ്ഞു നിൽക്കുന്നതുമായ ഇടതുപക്ഷ രാഷ്ട്രീയവും ഒക്കെ ചേർന്ന് അമ്മ പല കഷ്ണങ്ങളായി പങ്കുവയ്ക്കപ്പെടുമോ? ടിനി ടോം, ലക്ഷ്മിപ്രിയ, നീന കുറുപ്പ്, അൻസിബ, ശ്വേതാ മേനോൻ
മാലാപാർവതി, ഇങ്ങനെയൊക്കെ മലയാള സിനിമയിലെ അത്രയൊന്നും കിടിലങ്ങളല്ലാത്തവരാൽ ഇത് ശാന്തിവിള ദിനേശ് പറഞ്ഞതുപോലെ ഭ്രാന്താലയമായി മാറുമോ? വമ്പൻ ഹോട്ടലിന്റെ പോർച്ചിലേക്ക് ഒഴുകിയെത്തുന്ന കാറും ഒഴുകിയിറങ്ങുന്ന താരങ്ങളും സ്വീകരിക്കാനും വഴിയൊരുക്കാനും നിൽക്കുന്ന ഈവന്റ് മാനേജ്മെന്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് തടിയന്മാരും പോഷ് വേഷ സുന്ദരി കുട്ടികളും ഒക്കെ ചാനലുകളിലൂടെ സാധാരണക്കാർക്ക് കാഴ്ചയായിരുന്നു. അമ്മ ജനറൽ ബോഡി, അമ്മ വാർഷിക മീറ്റിംഗ്, അങ്ങനെ എങ്ങനെയോ ഉണ്ടായി ധാരാളിത്തത്തിൽ നിന്ന് നീന്തി പിന്നെ കൂട്ടയടിയിൽ അവസാനിക്കുന്ന ഇവരുടെയൊക്കെ സിനിമ പോലെ തന്നെയായിരിക്കുന്നു 1994 ഈ രൂപത്തിലെത്തിയ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ് അമ്മ. ഇതിലിപ്പോ വെറുപ്പും ഈർഷ്യയും അളവില്ലാത്ത വിധം ജനിപ്പിക്കുന്ന പ്രഹസനമായിരിക്കുന്നു സിനിമാ നടികർ തിലകങ്ങളുടെ അമ്മ സംഘടനയിലെ ചക്കളത്തിൽ പോരാട്ടം. നടീനടന്മാർ നടിച്ചുകൂട്ടുന്ന കഥ പോലെ തന്നെ സംഘടനയുടെയും അവസ്ഥ. പഴയ പ്രേം നസീർ സിനിമ മുതൽ കണ്ടുവരുന്ന ജനനവും വളർച്ചയും പ്രതികാരവും വിളർച്ചയും എല്ലാം അമ്മയിൽ എഴുതാത്ത തിരക്കഥ പോലെ സംഭവിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കാഴ്ചയ്ക്ക് കൗതുകമായിടത്ത് നിന്ന് മെല്ലെ മെല്ലെ സ്ഥിരം സംഘടനകൾക്ക് സംഭവിക്കുന്നത് അമ്മയിലും സംഭവിച്ചു. അമ്മയുടെ മക്കളൊക്കെ തൊട്ട് മുമ്പിലുള്ള സമിതി മുതൽ മനുഷ്യ സഹജമായ ചിലതിലൊക്കെ കാലിടറി മുക്കും കുത്തി വീണ് തമ്മിലടിച്ചു. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയൊരു സംഭവമെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ എന്ന നടി മാധ്യമ മൈക്രോഫോണുകൾക്ക് മുമ്പിൽ ഇക്കഴിഞ്ഞ ജൂൺ 21 നിന്നത്. ഏതു നടനെ ഏതു നടിയെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തണം എന്ന് തീരുമാനിക്കുന്ന പ്രേക്ഷകന് അത്ര വലുതായിട്ടൊന്നും പിടുത്തം കിട്ടാൻ സാധ്യതയില്ലാത്ത അൻസിബയുടെ ഈ തുറന്നു പറച്ചിലിന് മുമ്പിലായി നമുക്ക് അമ്മയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. നടീനടന്മാരെ ജോലിക്ക് നിലനിർത്തണമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുന്ന പ്രേക്ഷകന് മുമ്പിൽ വലുതായിട്ടൊന്നും പരിചയമില്ലാത്ത അൻസിബയുടെ വർത്തമാനത്തിന് മുമ്പിലേക്ക് അമ്മയ്ക്ക് ഒരു സൂപ്പർ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അരമനയിലെ നല്ലതും ചീഞ്ഞതുമായ പലതും എല്ലാ മറകളും പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വമിച്ചു തുടങ്ങി. അടുത്തൊരു ടൈം ഇടവേളക്കാരൻ ജനറൽ സെക്രട്ടറി ആയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ സർവത്ര മാധ്യമങ്ങളും ദിലീപും സിനിമയിലില്ലാത്ത പൾസറും അതിജീവിതയുമെല്ലാമായി കാലം കഴിച്ചു വരവേ 2017 തന്നെ വിമൻസ് സിനിമ കളക്റ്റീവ് എന്ന വനിതാ മുന്നേറ്റം മലയാള സിനിമയിൽ യാഥാർത്ഥ്യമായി. സാക്ഷാൽ MG സോമനും മധുവും ഉൾപ്പെടെയുള്ള പ്രഗത്ഭർ നയിച്ചിരുന്ന അമ്മ 3 വർഷം വീതമുള്ള ഭരണസമിതിയിൽ 2000 മുതൽ 2018 വരെ 6 തവണ തുടർച്ചയായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നസെന്റ്, ആദ്യമായി സെക്രട്ടറിയായ TP മാധവൻ, ബാലചന്ദ്രമേനോൻ, രാഘവൻ, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ 3 ടേം സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബു, പിന്നെ ജനറൽ സെക്രട്ടറി പദവി എത്തുമ്പോൾ അതിൽ തുടർച്ചയായി മോഹൻലാലും മമ്മൂട്ടിയും ഇടവേള ബാബുവുമൊക്കെയായി അങ്ങനെ കാലം ഒഴുകുന്നതിനിടെയാണ് 2017 ഫെബ്രുവരി 17 ജനപ്രിയ നായകൻ ദിലീപ് പ്രതിനായകനായ കേസ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ സിദ്ദിഖായിരുന്നു ജനറൽ സെക്രട്ടറി. ഇവിടെ ഫ്ലാഷ് ബാക്കിന് ബ്രേക്ക് ഇടാം. അങ്ങനെ 2024 വീണ്ടും ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ഉൾപ്പെടെ രാജിവെച്ചു. അമ്മയാകെ പ്രകമ്പനം കൊണ്ടു. ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി സിനിമ കണ്ട് ചെറുതു മുതൽ സൂപ്പറിനെ വരെ താരമാക്കി നേരത്തെ പറഞ്ഞ ഒഴുകി വരുന്ന കാറിൽ കയറ്റിവിട്ട സാധാ ജനങ്ങൾ മൂക്കത്ത് വിരൽ വച്ചു. പൊടിപ്പും തൊങ്ങലുമൊക്കെയായി പലതും കേട്ടിട്ടുണ്ടെങ്കിലും വിഗ്രഹങ്ങൾ പലതും കണ്ണാടി ചില്ലുപോലെ താഴെ വീണ് ചിതറുന്നത് പ്രേക്ഷകർ നോക്കി നിന്നു. വലുതായി സംഭവങ്ങൾ ലീക്കായി
കൂടുതൽ കാഷ്വാലിറ്റികൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്തു നടന്നു. അങ്ങനെ സ്ത്രീ സൗഹൃദമെന്നും സ്ത്രീ സുരക്ഷയെന്നുമൊക്കെ വാഴ്ത്തുപാട്ടുകൾ പിന്നണിയിൽ ഉയർത്തിക്കൊണ്ട് രൂപപ്പെട്ട അമ്മ കമ്മിറ്റിയാണ് ആയുസ് ഒരൽപ്പം പോലും എത്തുന്നതിന് മുമ്പേ വെന്റിലേറ്ററിൽ പോലും കയറാതെ ഇപ്പോൾ അന്ത്യശ്വാസം വലിച്ചത്. നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ കാണിച്ചത്? നിങ്ങളുടെ തലയിൽ കൂടിയാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? അഭിനയിക്കാൻ വരുന്നവര് അഭിനയിക്കണം. പോലീസാകാൻ വന്നവൻ പോലീസ് ജോലി ചെയ്യണം. എന്തിന് സംഘടനയും പരദൂഷണവും പകപോക്കലുകളും? ഇതൊക്കെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം? സാധാരണക്കാരന് എന്തു നേട്ടം? പിന്നെ നടികർ തിലകങ്ങളോട് ജനപക്ഷം പറയുന്നത് മര്യാദയ്ക്ക് ജോലിയൊക്കെ ചെയ്തങ്ങ് കഴിയുന്നതാ അതിൻ്റെ ഒരു വൃത്തി. സ്ത്രീകളാൽ ഭരിക്കപ്പെടുമ്പോൾ സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷിതത്വവും സംഘടനയുടെ ഐശ്വര്യവും ഒക്കെ നാൾക്കുനാൾ ഉയർന്ന് അമ്മ ലോക ശ്രദ്ധ ആകർഷിക്കുമെന്ന് വിചാരിച്ചവർ മൂഢന്മാരുടെ സ്വർഗത്തിലായെന്ന് ഉറപ്പല്ലേ? പെണ്ണൊരുമ്പെട്ടാൽ എന്ന പഴഞ്ചൊല്ലുപോലെ ഉയരേണ്ട അമ്മ, തഴച്ചു വളരേണ്ട അമ്മ, ആയുസെത്താതെ തകർന്ന കമ്മറ്റി പോലെ ഈ വീഴ്ചയെ അതിജീവിക്കുമോ? വിഡ്ഢ്യാസുരന്മാരുടെയും അസുരകളുടെയും പരസ്പരം വെഴുപ്പലക്കലുകൾക്ക് അന്ത്യം കുറിച്ച് ഉയർത്തെഴുന്നേൽക്കുമോ? ആർക്കറിയാം? കണ്ടറിയാം. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ചീഞ്ഞു നാറിയ, തമ്മിലടിച്ച, പരസ്പരം വീഴ്പ്പലക്കിയ സംഘടന അമ്മയല്ലാതെ വേറൊന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ഭരണത്തിന് സാധ്യതയില്ല എങ്കിലും തർക്കങ്ങൾ പറഞ്ഞു തീർക്കാനായി സിനിമ ക്ലൈമാക്സ് പോലെ തന്നെ MLA പട്ടം കിട്ടിയ രമേശ് പിഷാരടി അധ്യക്ഷനായി ഒരു അഡ്ഹോക് കമ്മിറ്റി വന്നുവെന്നായിരുന്നുവല്ലോ മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ വീണ്ടും ട്വിസ്റ്റ്. സിനിമാക്കാരല്ലേ, ട്വിസ്റ്റോട് ട്വിസ്റ്റ്. അഡ്ഹോക്ക് ലീഡർ പിഷാരടിക്ക് മറ്റ് അഡ്ഹോക്കുകാരെ ചേർത്ത് മീറ്റിങ്ങിന് കഴിയുന്നില്ല. കാരണം ശ്വേതാമേനോൻ പ്രസിഡന്റും കുക്കു ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഭരണസമിതി രാജിവച്ചിട്ടില്ല. അപ്പൊ രാജിവച്ചു എന്ന് പെരുമ്പറ മുഴക്കിയതോ? സംഭവം നേരത്തെ പറഞ്ഞില്ലേ, ക്ലൈമാക്സിലും ട്വിസ്റ്റിലും ജീവിക്കുന്നവരല്ലേ. രാജിവച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ, വച്ചില്ല. ഇതിനിടെ മധ്യസ്ഥൻ റോളെടുത്ത രമേശ് പിഷാരടി ശ്വേതയോടും അൻസിബയോടുമൊക്കെ സംസാരിച്ചു. സാധാരണം. പക്ഷേ ആദ്യത്തെ മധ്യസ്ഥം ഓഡിയോ ലീക്കായി, വൈറലായി, ഓട്ടത്തോടോട്ടം തുടങ്ങി. രമേശ് പിഷാരടി MLA സ്ഥാനം നിർത്തി അഡ്ഹോക്ക് സ്ഥാനം കളഞ്ഞു. ഇനി എന്തൊക്കെയാണോ എന്തോ, ആർക്കറിയാം.